വീണ്ടും ഒരു വസന്തം കൂടി ഭാഗം 2. രചന സംഭാഷണം ആരാണെന്ന് പറയണ്ടല്ലോ കൂട്ടുകാരെ. രുദ്രരുദ്രപ്രിയ. നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി പോകുന്ന പെണ്ണിനെ നിറഞ്ഞ മിഴിയാലെ നോക്കി നിൽക്കാനേ എല്ലാ പേർക്കും കഴിഞ്ഞുള്ളൂ. ഇവിടുത്തെ ഫോർമാലിറ്റി കഴിഞ്ഞു സത്യ, നിങ്ങൾക്ക് പോകാം. വിഷ് യു ഗുഡ് ലക്ക്. നിറമങ്ങിയ ചിരി സത്യയ്ക്ക് സമ്മാനിച്ച് പ്രഭാവതി റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. മുത്തച്ഛൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരിക്കുന്നു. ആരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരുടെയും മനസ്സ് അവനറിയാം. സത്യ റൂമിൽ നിന്നിറങ്ങി കാറിലേക്ക് കയറി. കാറിലിരിക്കുമ്പോഴും ആരും ഒന്നും മിണ്ടിയില്ല. നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് സത്യയ്ക്കൊരു ഫോൺ വന്നു. ഹലോ സർ. യെസ് ഹെലൻ. സർ, ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി വിളിച്ചതാണ്. ഇന്നാണ് ഡയറക്ടേഴ്സ് ബോർഡിൻ്റെ മീറ്റിംഗ്. എല്ലാവർക്കും മെമ്മോ കൊടുത്തതാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട് സർ. ഇന്ന് ലേറ്റാണ്. ഓ ഷിറ്റ്, ഞാൻ മറന്നു. ജസ്റ്റ് എ മിനിറ്റ്, ഐ വിൽ ബി ദെയർ. ഫോൺ കട്ടായി. ഉടനെ തന്നെ സത്യ സാഗറിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. നീ പെട്ടെന്ന് തന്നെ വണ്ടി സൈഡാക്കി നിർത്ത്. സത്യ പറഞ്ഞതുപോലെ തന്നെ സാഗർ വണ്ടി സൈഡാക്കി നിർത്തി. കാറിൽ നിന്ന് സാഗർ ഇറങ്ങി പുറത്തേക്ക് വന്നു. എന്താ സത്യ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, ഇന്നത്തെ ബോർഡ് മീറ്റിങ്ങിൻ്റെ കാര്യം നീ മറന്നോ? ഹെലൻ എന്നെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും എത്തിയിട്ടുണ്ട്, നമ്മൾ ലേറ്റാണ്. നീ പെട്ടെന്ന് ഈ വണ്ടിയിൽ കയറ്. മുത്തശ്ശ, ഇന്ന് കമ്പനിയിൽ അർജൻറ്റ് മീറ്റിംഗ് ആണ്. നേരത്തെ മെമ്മോ കൊടുത്തിരുന്നതാണ്. ബോർഡ് മെമ്പേഴ്സ് എല്ലാം എത്തിയിട്ടുണ്ട്. സോ വി ഹാവ് ടു ഗോ. പിന്നിലത്തെ ഡോർ തുറന്ന് സത്യയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നേരെ രവീന്ദ്രൻ്റെ കാറിലേക്ക് ചെന്ന് കയറി മുത്തശ്ശൻ. പിൻസീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടന്ന് നീങ്ങുന്ന പെണ്ണിൻ്റെ ഒപ്പം എത്താൻ രമേശൻ പാടുപെട്ടു. മുന്നിലൂടെ പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ അവളുടെ ശ്രദ്ധയിൽ ഇല്ല. കൺമുന്നിൽ അവളുടെ കഴുത്തിൽ കിടന്ന താലിയുമായി നിൽക്കുന്ന സത്യയുടെ രൂപം മാത്രം. ആ കണ്ണുകൾ പോലും ഒരൊറ്റ കരുണ കാണുന്നില്ല. അടുത്തുകൂടി പോകുന്ന KSRTC ബസ്സിലെ ഡ്രൈവർ അവളെ നോക്കി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഒടുവിൽ നിവർത്തിയില്ലാതെ രമേശൻ അവളെ പിടിച്ചു നിർത്തി. എന്തൊക്കെയാ നന്ദു നീ കാണിക്കുന്നത്? ചാവാൻ തീരുമാനിച്ചിറങ്ങിയതാണോ? അവൻ്റെ ശകാരം കേട്ടുകൊണ്ട് അവൾ ബോധമണ്ഡലത്തിലേക്ക് വന്നു. അടുത്തുകൂടി വരുന്ന ഓട്ടോറിക്ഷ കൈകാണിച്ച് നിർത്തി രമേശൻ. ഇവിടെ നിന്നാൽ ഇപ്പോഴൊന്നും ബസ്സില്ല. നമുക്ക് അടുത്തുള്ള KSRTC സ്റ്റാൻഡിൽ പോയി നോക്കാം. ഒരു പ്രതിമയെപ്പോലെ അവൻ പറയുന്നതെല്ലാം അനുസരിച്ച് നന്ദു അവൻ്റെ ഒപ്പം നടന്നു. തൻ്റെ കഴുത്തിൽ ആ താലിമാല കെട്ടിത്തരുമ്പോൾ സത്യയുടെ മുഖത്തുണ്ടായിരുന്ന സന്തോഷവും കണ്ണുകളിലെ തിളക്കവും അവളുടെ ഓർമ്മയിൽ മിന്നി മറഞ്ഞു. അവൻ്റെ കൈത്തലമേറ്റ് കഴുത്തിലെ തണുപ്പ് ഇപ്പോഴും അവിടെ ഉള്ളതുപോലെ അവൾക്ക് തോന്നി. ഓർമ്മകൾ ഇത്രയും മധുരമാകുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണെന്ന് നന്ദു ചിന്തിച്ചു. ഓട്ടോ നിൽക്കുന്നതോ രമേശൻ പുറത്തേക്കിറങ്ങിയതോ ഒന്നും നന്ദു അറിയുന്നുണ്ടായിരുന്നില്ല. അവളേതോ മായാലോകത്തിൽ എന്ന പോലെ ചിന്തയിലാണ്ടിരുന്നു. രമേശൻ ഓട്ടോയിൽ നിന്നിറങ്ങി കാശ് കൊടുത്തു ദൂരേക്ക് കണ്ണു പായിക്കുമ്പോൾ കണ്ടു കീഴേപ്പാടം എന്ന ബോർഡ് വെച്ച ബസ്. പെങ്ങളെ, ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. ഓട്ടോക്കാരൻ്റെ കാർക്കശ്യമുള്ള ശബ്ദം കേട്ട് രമേശൻ നോക്കുമ്പോൾ നന്ദു വണ്ടിയിൽ നിന്നും പിടഞ്ഞിറങ്ങുന്നു. മുഖത്തുണ്ടായിരുന്ന ജാള്യത അവൾ മറച്ചു പിടിച്ചു. സോറി ചേട്ടാ. ഉച്ചതിരിഞ്ഞ് ഏകദേശം 2 മണിയോടുകൂടി രമേശനും നന്ദുവും വീട്ടിലെത്തി. രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തതിൻ്റെ അവശത 2 പേർക്കും ഉണ്ടായിരുന്നു. മേല് കഴുകി വന്നേ മക്കളെ, എന്തെങ്കിലും കഴിക്കാനെടുക്കാം. നന്ദുവിനെയും രമേശിനെയും കണ്ട സുഭദ്ര പറഞ്ഞു. വല്ലാത്ത തലവേദന അമ്മേ, എനിക്ക് കിടക്കണം. ഞാൻ പിന്നീട് കഴിച്ചോളാം. നന്ദു മുറിയിൽ കയറി വാതിൽ ചാരി. മനസ്സ് കിടന്ന് തിളച്ചു മറിയുകയാണ്. ആശ്വസിക്കാനുള്ള ഒരു തരിമ്പ് പോലും ഇപ്പോൾ അവൾക്കില്ല. ഓരോരുത്തരുടെ മുഖമായി മനസ്സിൽ മിന്നി മറഞ്ഞു. ഒടുവിൽ ദൈന്യം നിറഞ്ഞ മുത്തശ്ശൻ്റെ കണ്ണുകൾ മനസ്സിലെത്തിയപ്പോൾ നെടുവീർപ്പോടുകൂടി അവൾ ചരിഞ്ഞു കിടന്നു. കഴിഞ്ഞ 1 വർഷക്കാലമായി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നല്ലതും ചീത്തയുമായ എല്ലാ സന്ദർഭങ്ങളും അവളുടെ മുന്നിൽ ഒരു സിനിമയിൽ എന്ന പോലെ കടന്നുപോയി. കോടതിയിൽ നിന്നും വന്ന പാടെ മുറിയിലേക്ക് കയറിയതാണ് മുത്തശ്ശൻ. പലതവണ അച്ഛനും ചെറിയച്ഛനും ഭക്ഷണം കഴിക്കാൻ ചെന്ന് വിളിച്ചെങ്കിലും പുറത്തേക്ക് വരാൻ കൂട്ടാക്കിയില്ല. സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സത്യയെ വിളിച്ച് പറയുകയാണ് ചെയ്യാറ്. പക്ഷേ ഇന്ന് അർജൻറ്റ് മീറ്റിംഗ് ആയതുകൊണ്ട് സത്യയുടെയും സാഗറിൻ്റെയും മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. അവസാന നിവൃത്തിയില്ലാതെ ഒരിക്കൽ കൂടി ചെന്ന് വിളിക്കാൻ തന്നെ മാധവൻ തീരുമാനിച്ചു. അച്ഛാ, ഇങ്ങനെ കഴിക്കാതെ കാര്യമുണ്ടോ? അവൻ്റെ തീരുമാനം ആദ്യമേ പറഞ്ഞതല്ലേ. ഇതൊക്കെ ഇങ്ങനെയാകുമെന്ന് നമുക്കും അറിയുന്നതല്ലേ. ഇനി എന്ത് ചെയ്യും? ഇന്ന് ആ കോടതി മുറ്റത്ത് വച്ച് നീ ആ കുഞ്ഞിനെ കാണണമായിരുന്നു മാധവ. അവളുടെ കണ്ണിലെ ഒരു തുള്ളി കണ്ണുനീർ മതി ഈ വീടിനെ ചാമ്പലാക്കാൻ.
അവളുടെ കണ്ണുനീർ. അത് വേണ്ടച്ച, ഇനി അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. നീ പൊയ്ക്കോ, ഞാൻ വരാം. പതിവ് പോലെ രാവിലെ അമ്മ പൊതിഞ്ഞു നൽകിയ ചോറ് വാങ്ങി ബാഗിൽ വയ്ക്കുമ്പോൾ അവൾ മുഖത്തൊരു ചിരി വരുത്തി. ഞാൻ ഇറങ്ങട്ടെ അമ്മേ. അന്ന് വീണ്ടും ജോയിൻ ചെയ്തപ്പോൾ ലീലാമ്മ സിസ്റ്റർ പ്രത്യേകം പറഞ്ഞിരുന്നു, ഇനി ആവശ്യമില്ലാതെ അവധിയെടുക്കാൻ പറ്റില്ലെന്ന്. മോള് പോയിട്ട് വാ. ഇവിടെ മുറിയിൽ അടഞ്ഞിരുന്ന് വെറുതെ സങ്കടപ്പെട്ടിട്ട് എന്തിനാ? സുഭദ്രേ, വേണ്ട, അവൾ ഇറങ്ങട്ടെ. ഹോസ്പിറ്റലിലെത്തുമ്പോൾ അവൾക്കൊരു വീർപ്പുമുട്ടൽ തോന്നി. ഒരു വർഷക്കാലത്തെ ഇടവേള, അതൊരു വലിയ കാലയളവ് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ലീലാമ്മ സിസ്റ്ററുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവരുടെ ചോദ്യങ്ങൾക്കൊന്നും അവളുടെ പക്കൽ മറുപടി ഇല്ലായിരുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം താനില്ലാത്തതുകൊണ്ട് ഡ്യൂട്ടിയിലൊക്കെ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ആകെ അസിസ്റ്റ് ചെയ്യാനുള്ള ഒഴിവ് കിടക്കുന്നത് മാർത്താണ്ഡൻ ഡോക്ടറുടെ കീഴിലാണ്. അതുകൊണ്ട് അവിടെ ആകട്ടെ തൻ്റെ അപ്പോയിൻമെൻറ്റ്. ലീലാമ്മ സിസ്റ്റർ പറഞ്ഞു നിർത്തി. എവിടെയായാലും ഞാൻ ഓക്കെയാണ് സിസ്റ്റർ. അച്ഛൻ വരൂ, നമുക്ക് കഴിക്കാം, മാധവൻ എല്ലാവരോടുമായി പറഞ്ഞു. എല്ലാ മുഖങ്ങളിലും ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. ഓരോരുത്തരായി എഴുന്നേൽക്കാൻ തുടങ്ങി. ഞാൻ നാളെ തിരികെ പോകുവച്ചാ ഹോസ്റ്റലിലേക്ക്. എനിക്കിവിടെ പറ്റില്ല. വല്ലാത്ത വീർപ്പുമുട്ടൽ. മാളുവിൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ എല്ലാവരും അവളെ നോക്കി. സുമതി മകളുടെ അടുത്തേക്ക് വന്നു. നീ പൊയ്ക്കോ മോളെ, ഒരാളെങ്കിലും ഈ വീർപ്പുമുട്ടലിൽ നിന്നും രക്ഷപ്പെടട്ടെ. അമ്മ, ഏട്ടത്തി പാവമല്ലേ, എന്നിട്ടും ഏട്ടനെ തിരുത്താൻ നമുക്ക് പറ്റിയില്ലല്ലോ. അന്നത്തെ അവസ്ഥ അതായിരുന്നു. മാധവ, നിലവിളി കേട്ട് എല്ലാവരും റൂമിലേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ നിലത്തേക്ക് വീണ് കിടക്കുന്നു. അച്ഛാ, എന്തു പറ്റി? മാധവനും രവീന്ദ്രനും അച്ഛൻ്റെ അടുത്തേക്കിരുന്നു. ബോധമില്ലാതെ കിടക്കുന്ന അച്ഛൻ്റെ മുഖത്തേക്ക് തട്ടി വിളിച്ചു. രവി, നോക്കിയിരിക്കാതെ ബാലനെ വിളിക്ക്, നമുക്ക് അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. രവിയും മാധവനും ബാലനും ചേർന്ന് അച്ഛനെ എടുത്ത് കാറിൽ കിടത്തി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. പോകുന്ന വഴിയൊക്കെ സത്യയുടെയും സാഗറിൻ്റെയും മൊബൈലിലേക്ക് മാറി മാറി വിളിച്ചു. രണ്ടും ഓഫാണ്. ജൂബിലി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് കാർ ചെന്ന് നിൽക്കുമ്പോൾ പുറത്ത് ഡോക്ടർ മാർത്താണ്ഡൻ അവരെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. കരുണാകര മേനോൻ്റെ ആത്മസുഹൃത്തു കൂടിയാണ് മാർത്താണ്ഡൻ. എമർജൻസിയായി ICUവിലേക്ക് പ്രവേശിപ്പിച്ചു. എല്ലാം കൈവിട്ടു പോയ അവസ്ഥയിൽ രവിയും മാധവനും പുറത്തു നിന്നു. മാളുവും ലതയും സുമതിയും കൂടി മറ്റൊരു കാറിൽ ഹോസ്പിറ്റലിലെത്തി. ICUവിന് മുന്നിൽ തളർന്നു നിൽക്കുന്ന അച്ഛനെയും ചെറിയച്ഛനെയും കണ്ടപ്പോൾ തന്നെ കാര്യം സീരിയസ് ആണെന്ന് മനസ്സിലായി. മുൻപൊരിക്കൽ ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയതിനെക്കുറിച്ചും അവൾ ഓർത്തു. ഡോക്ടറുടെ ക്യാബിനിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് പിന്നിൽ പരിചയമുള്ള ആ സ്വരം കേട്ടത്. നീ വന്നെന്നറിഞ്ഞ് ഞാൻ ഓടി വരികയായിരുന്നു കാണാൻ. മിനിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് നന്ദു നിന്നു. മിനി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരുടെയും കണ്ണുകൾ ഈറനായി. ജൂബിലി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തത് മുതലുള്ള പരിചയമാണ് മിനി ചേച്ചിയുമായി. കഴിഞ്ഞ ഒരു വർഷക്കാലം ചേച്ചിയെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഫോണിലൂടെ ആ സൗഹൃദം പുതുക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മറ്റാരെക്കാളും നന്നായി മിനി ചേച്ചിക്കറിയാം. എല്ലാം താങ്ങാനുള്ള കരുത്ത് ഈശ്വരൻ നിനക്ക് നൽകട്ടെ. തിരികെ ജോയിൻ ചെയ്തല്ലോ, അതെന്തായാലും നന്നായി. നിനക്ക് എവിടെയാ ഡ്യൂട്ടി? മാർത്താണ്ഡൻ ഡോക്ടറുടെ കൂടെയാണ്, ലീലാമ്മ സിസ്റ്റർ പറഞ്ഞു. ആ ഡോക്ടർ ഇന്ന് വന്നിട്ടുണ്ട്. എന്തോ അർജൻറ്റ് കേസുമായി ICUവിലാണ്. ICUവിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാർത്താണ്ഡൻ ഡോക്ടറുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. പുറത്ത് കാത്തിരിക്കുന്ന മാധവൻ്റെയും രവീന്ദ്രൻ്റെയും മുന്നിൽ വന്ന് നിന്നു. നിങ്ങൾ ഇത്ര ഇറസ്പോൺസിബിളായി പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല മാധവ. കരുണാകരൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ഞാൻ എത്രയോ തവണ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും ഒരു അറ്റാക്ക് കൂടി താങ്ങാനുള്ള ശേഷി അയാളുടെ ശരീരത്തിനില്ലെന്ന്. അപ്പോൾ നിങ്ങളത് കാര്യമായി തോന്നിയില്ല. ഇനി വരുന്നത് അനുഭവിച്ചാൽ മതി. പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് ഡോക്ടർ റൂമിലേക്ക് പോയി. അച്ഛൻ വീണ്ടും കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ച് ഓർത്തപ്പോൾ ഒരു വേള സത്യയോട് ദേഷ്യം തോന്നിപ്പോയി മാധവനും രവിക്കും. ഡോക്ടറെ പിന്നാലെ തന്നെ ഇരുവരും ക്യാബിനിലെത്തി. പുറത്തുനിന്ന് നോക്ക് ചെയ്തതിന് ശേഷം അകത്തേക്ക് കയറി. ടേബിളിൽ കൈകൾ കുത്തി അവയിൽ ചേർത്തിരിക്കുകയാണ് ഡോക്ടർ. ഡോക്ടർ, കാര്യങ്ങളൊക്കെ ഞങ്ങളെപ്പോലെ തന്നെ ഡോക്ടർക്കും അറിയാവുന്നതല്ലേ? ഇന്നലെ അത് കഴിഞ്ഞു. അച്ഛൻ അതിൻ്റെ ഒരു ഷോക്കിലും ഡിപ്രഷനിലുമായിരുന്നു. കാര്യങ്ങളൊക്കെ എനിക്കറിയാം മാധവ. പക്ഷേ എന്നാലും കാര്യങ്ങൾ ഇത്രയും ക്രിട്ടിക്കലാകുമെന്ന് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഒരു വശം തളർന്നു പോയിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലത് നടക്കാൻ. ഒന്നും പറയാറായിട്ടില്ല. 24 hours കഴിഞ്ഞ് മാത്രമേ ജീവൻ്റെ കാര്യത്തിൽ പോലും ഗ്യാരണ്ടി ഉള്ളൂ. ഡോക്ടർ, മാധവൻ്റെയും രവിയുടെയും ഒച്ച ചിലമ്പിച്ചു പോയി.
അപ്പോഴേക്കും ക്യാബിൻ തുറന്ന് ശ്രീനന്ദ ഡോക്ടറുടെ റൂമിനുള്ളിലേക്ക് വന്നു. പിന്നാലെ തന്നെ ലീലാമ്മ സിസ്റ്ററും. ഡോക്ടർ ഇരുവരുടെയും മുഖത്തേക്ക് നോക്കി. ഡോക്ടർ, ഇന്നു മുതൽ ശ്രീനന്ദയാണ് ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുന്നത്. മാധവനെ അവിടെ കണ്ടുകൊണ്ട് അവൾ അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്താ അച്ഛാ ഇവിടെ? മാധവനോടായി അവൾ ചോദിച്ചു. അയാൾ ഒന്നും മിണ്ടാനാവാതെ അവളെ നോക്കിയിരുന്നു പോയി. അത്രമാത്രം അവൾ ക്ഷീണിച്ചു പോയി. അവൾ ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിച്ചു. അച്ഛാ, എന്താ ഇവിടെ? ആർക്കാ അസുഖം? ആവലാതോടുകൂടിയുള്ള അവളുടെ ചോദ്യം കേട്ട് മാധവൻ പകച്ചിരുന്നു. ചെറിയച്ഛനെങ്കിലും നടന്നത് പറയ്. ആർക്കും ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ഒടുവിൽ രവിയാണ് നടന്നത് പറഞ്ഞത്. പൊട്ടിക്കരച്ചിലോടെ അവൾ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. പിന്നാലെ മാധവനും. ചുവരിൽ ചേർന്ന് നിന്ന് വിങ്ങിപ്പൊട്ടുന്ന നന്ദുവിനടുത്തേക്ക് വന്നു. മോളെ നന്ദ. അച്ഛാ, ഇതിനാണോ ഞാൻ ഇത്രയും കഷ്ടപ്പാട് സഹിച്ചത്? മാധവേട്ട, ഡോക്ടർ വിളിക്കുന്നു. രവി വിളിച്ചതും മാധവൻ ഡോക്ടറുടെ അടുത്തേക്ക് നീങ്ങി. മാധവ, ഞാൻ പറഞ്ഞില്ലേ 24 hours കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ കഴിയൂ. അതുവരെ വെയിറ്റ് ചെയ്യണം. കുറച്ച് ടെസ്റ്റ് റിസൾട്ട് കിട്ടാനുണ്ട്. ഡോക്ടർ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. ലീലാമ്മ സിസ്റ്റർ, ശ്രീനന്ദ ഇന്നു മുതൽ ജോയിൻ ചെയ്യട്ടെ. കരഞ്ഞു വീർത്ത കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ഡോക്ടർക്കൊപ്പം ICUവിനുള്ളിലേക്ക് പ്രവേശിച്ചു. സുമതിയും മാളുവും ലതയും ബാലനും അവളെ നോക്കി നിന്നു. ICUവിനുള്ളിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ കിടക്കുന്ന മുത്തശ്ശൻ നെഞ്ചു പിടഞ്ഞുപോയി അവളുടെ. മാർത്താണ്ഡൻ ഡോക്ടർ, പിന്നെ അദ്ദേഹത്തിൻ്റെ ജൂനിയർ കൃഷ്ണകുമാർ, നഴ്സിംഗ് സൂപ്രണ്ട്, അങ്ങനെ 1-2 പേരുണ്ട്. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. ബട്ട് ഹെൽത്ത് കണ്ടീഷൻ ഓക്കെയല്ല. വെയിറ്റ് ചെയ്യാം. ഡോക്ടർ ശ്രീനന്ദയുടെ നേരെ തിരിഞ്ഞു. സിസ്റ്റർ ഇവിടെ കാണണം. യെസ് ഡോക്ടർ. പതിവ് സമയമായിട്ടും നന്ദുവിനെ കാണാഞ്ഞ് സുഭദ്ര വഴിക്കണ്ണുമായി ഉമ്മറത്തിരുന്നു. അവളുടെ ഇരിപ്പും മട്ടും കണ്ട് രാഘവനും ശിവനും തൊട്ടടുത്തായി വന്നിരുന്നു. നീ എന്താടി ഇങ്ങനെ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നത്? അവൾ കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ. അവളിങ്ങി വന്നോളും. നീ അകത്തു പോയി വല്ല പണിയുണ്ടെങ്കിൽ ചെയ്യാൻ നോക്ക്. സുഭദ്രേ, അവളിങ്ങി വന്നോളുമെന്ന് പറഞ്ഞില്ലേ? സുഭദ്ര വീട്ടിനുള്ളിലേക്ക് കയറിപ്പോകാൻ തുടങ്ങുമ്പോൾ രമേശൻ വന്നു. ഇന്നെന്താ പതിവില്ലാതെ 3 പേരും കൂടി ഉമ്മറത്ത് വഴിക്കണ്ണുമായി ഇരിക്കുന്നത്? നിന്റെ അമ്മ ഇത്രയും നേരം മോളെയും കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അകത്തേക്ക് പോകാൻ തുടങ്ങിയത്. സുഭദ്രയെ നോക്കി രാഘവൻ പറഞ്ഞു. അമ്മ മരിച്ചതിൽ പിന്നെ രമേശൻ സുഭദ്രയെ അമ്മ എന്നാണ് വിളിക്കുന്നത്. അത് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും തിരക്കപ്പെട്ട് ഇങ്ങി വന്നത്. അവൾ ഇന്ന് വരില്ല, ഹോസ്പിറ്റലിലാണ്. എന്താടാ, എന്തു പറ്റി? രാഘവനും ശിവനും ഒരേ സ്വരത്തിൽ ചോദിച്ചു. ഈശ്വരമംഗലത്തെ മുത്തശ്ശന് സുഖമില്ലാതായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അറ്റാക്കാണെന്നാണ് പറയുന്നത്. നന്ദുവിന് മാർത്താണ്ഡൻ ഡോക്ടറെ അസിസ്റ്റ് ചെയ്യാനാണ് ഡ്യൂട്ടി. അതുകൊണ്ട് അവൾ നാളെയേ വരൂ. 3 പേരും ഒന്നും മിണ്ടാതെ പരസ്പരം മുഖത്തോട് നോക്കി. രാത്രി ICUവിൽ മുത്തശ്ശൻ്റെ ഒപ്പം നന്ദുവാണ് നിന്നത്. വെളുപ്പാങ്കാലമായപ്പോഴേക്കും ബോധം വന്നു. ശ്രീനന്ദ വേഗം മാർത്താണ്ഡൻ ഡോക്ടറെ വിവരം അറിയിച്ചു. ഡോക്ടറും ജൂനിയർ ഡോക്ടർമാരും ഒക്കെ വന്ന് പരിശോധിച്ചു. ബോധം വീണിട്ടുണ്ട്. പക്ഷേ ശരീരത്തിൻ്റെ വലതുഭാഗം തളർന്നുപോയി. ഡോക്ടർമാർ പറഞ്ഞത് കേട്ടതും നന്ദു ശില പോലെ തറഞ്ഞു നിന്നു. അവളൊന്നും മിണ്ടാതെ ICUവിൽ നിന്നിറങ്ങി നഴ്സിംഗ് സ്റ്റാഫിൻ്റെ റൂമിലേക്ക് പോയി. ഇതിനാണോ ഞാൻ ഇത്രയും കഷ്ടപ്പാട് സഹിച്ചത്? ഈ അവസ്ഥയിൽ കാണാനായിരുന്നോ? നെഞ്ചു പൊട്ടുന്നുണ്ട്. അവൾക്കൊന്ന് അലറി കരയണമെന്ന് തോന്നി. ലീലാമ്മ സിസ്റ്ററിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ശരീരം തളർന്നു പോകുന്നത് പോലെ തോന്നി. സിസ്റ്റർ, ഞാൻ ഇറങ്ങുന്നു. നാളെ ഡ്യൂട്ടി എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി. ശ്രീനന്ദ പോകുവാണോ? ഇവിടെ ഇനി അധിക നേരം പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ല. പ്ലീസ് സിസ്റ്റർ, ഞാൻ പൊയ്ക്കോട്ടെ. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ ലീലാമ്മ സിസ്റ്റർ അവൾക്ക് ലീവ് അനുവദിച്ചു കൊടുത്തു. ICUവിൻ്റെ മുന്നിൽ നിൽക്കുന്ന മാധവൻ്റെയും രവീന്ദ്രൻ്റെയും സുമതയുടെയും മുന്നിലേക്ക് വന്നു നിന്നു. ഞാൻ പോകുന്നു. അധിക നേരം ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഇനിയും ഞാനിവിടെ നിന്നാൽ എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിടാൻ അച്ഛൻ മാളുവിനോടൊന്ന് പറയുമോ? ശ്രീനന്ദയുടെ തളർന്ന ഒച്ച കേട്ടപ്പോൾ എല്ലാവർക്കും വേദന തോന്നി. ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് മെമ്പേഴ്സൊക്കെ പിരിഞ്ഞു പോയപ്പോഴാണ് സത്യയും സാഗറും മൊബൈൽ ഓൺ ചെയ്തത്. അച്ഛൻ്റെയും ചെറിയച്ഛൻ്റെയും 10ൽ പരം മിസ് കോളുകൾ കണ്ടപ്പോൾ 2 പേരുടെയും മനസ്സിലാദിയായി. ഉടനെ തന്നെ അച്ഛൻ്റെ നമ്പറിലേക്ക് തിരികെ വിളിച്ചു. എന്താ അച്ഛാ, ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടല്ലോ. സത്യ, നീ എത്രയും പെട്ടെന്ന് സാരംഗിനെയും കൂട്ടി ജൂബിലി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തണം. അത്രയും പറഞ്ഞുകൊണ്ട് മാധവൻ ഫോൺ കട്ട് ചെയ്തു. ഹലോ അച്ഛാ, ഹലോ. സാരംഗാണ് അച്ഛനെ വിളിച്ചത്. എന്തോ പ്രശ്നമുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ജൂബിലി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തണം. കാർ ഓടിക്കുമ്പോൾ അത്രയും ആർക്കും ഒന്നും സംഭവിക്കല്ലേ എന്ന പ്രാർത്ഥനയായിരുന്നു 2 പേരുടെയും മനസ്സിൽ. ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കാർ പാർക്ക് ചെയ്തിറങ്ങി ഓടുകയായിരുന്നു 2 പേരും. ICUവിൻ്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ
പുറത്ത് കാത്തു നിൽക്കുന്നവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അച്ഛാ, മുത്തശ്ശൻ. ഉം. ഒരു മൂളൽ മാത്രമായിരുന്നു മാധവൻ്റെ മറുപടി. കുഴഞ്ഞു വീഴുകയായിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. ഡോക്ടർ ഇതുവരെയായി ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ സത്യയുടെ കണ്ണുകൾ നാലുപാടും ആരെയോ തിരഞ്ഞു. ICUവിൽ നിന്നും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി. നമുക്ക് ക്യാബിനിലിരിക്കാം, മാധവനോട് രവീന്ദ്രനോടും പറഞ്ഞുകൊണ്ട് ഡോക്ടർ നടന്നു നീങ്ങി. പിന്നാലെ തന്നെ മാധവന് രവീന്ദ്രനും സത്യയും സാരംഗും. ഡോക്ടർ എല്ലാവരോടുമായി ഇരിക്കാൻ ആവശ്യപ്പെട്ടു. എല്ലാ മുഖങ്ങളിലും ഭാവം ഡോക്ടർ നോക്കിക്കാണുകയായിരുന്നു. മാധവ, ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോയപ്പോൾ പറഞ്ഞതാണ്, കരുണാകര മേനോന് ഇനിയൊരു അറ്റാക്ക് കൂടി തരണം ചെയ്യുവാനുള്ള ആരോഗ്യസ്ഥിതി ശരീരത്തിനില്ലെന്ന്. അതുകൊണ്ട് അത്രയും ശ്രദ്ധിക്കണമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അയാളുടെ മനസ്സിനെ അത്രമാത്രം വേദന തോന്നാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായോ? അല്ലാതെ ഓവർ ടെൻഷൻ, സ്ട്രെസ്സ് ഇല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കഴിഞ്ഞ തവണ ചെക്കപ്പിന് വന്നപ്പോൾ തന്നെ ഞാൻ ഏകദേശം കാര്യങ്ങളും അദ്ദേഹത്തോട് സംസാരിച്ചതുമാണ്. അപ്പോൾ പോലും പുള്ളിക്കാരൻ അതിനത്ര സീരിയസ്നെസ് കൊടുത്തില്ല. ഇനി എന്തായാലും വരുന്നത് അനുഭവിക്കുക തന്നെ. ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ വലതുഭാഗം തളർന്നിരിക്കുകയാണ്. വായുടെ ഒരു വശം കോണിപ്പോയി. വലത് കൈയും കാലും ഇപ്പോൾ സ്തംഭനാവസ്ഥയിലാണ്. ഇനിയൊരു മിറാക്കിൾ സംഭവിക്കുമെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഒബ്സർവേഷനിൽ കിടക്കട്ടെ. അതിനുശേഷം എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് മനസ്സമാധാനവും സന്തോഷവുമാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവരുടെ ശ്രമം വിജയിക്കുകയുള്ളൂ. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അതൊക്കെ നിങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും നല്ലത്. പ്രായമായി വരുന്ന മനുഷ്യരെ ഇതിലേക്ക് വലിച്ചിഴക്കരുത് ആവശ്യമില്ലാതെ. എങ്കിൽ അത്രയും നല്ലത്. ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. പക്ഷേ കരുണാകരനും ഞാനും സുഹൃത്തുക്കളാണ്. ആ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. എല്ലാവരും കേട്ടുകൊണ്ട് മിണ്ടാതിരുന്നതല്ലാതെ ഒരക്ഷരം സംസാരിച്ചില്ല. ഏകദേശം കാര്യങ്ങൾ എനിക്കറിയാം. പെട്ടെന്നാണ് ICUവിൽ നിന്ന് ലീലാമ്മ സിസ്റ്റർ ക്യാബിനിലേക്ക് ഓടിക്കയറി വന്നു. ഡോക്ടർ, ICUവിൽ കിടക്കുന്ന പേഷ്യൻറ്റിന് ഫിറ്റ്സ് വന്നു. ഡോക്ടർ മാർത്താണ്ഡൻ ഓടി ICUവിലേക്ക് കയറി. എല്ലാവരും കൂടി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ലതയും സുമതിയും മാളുവും കൂടി വീട്ടിലേക്ക് പൊയ്ക്കോ. ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ 4 പേരും ഉണ്ടല്ലോ. ബാല, നിങ്ങൾ ഇവരെയും കൊണ്ട് വീട്ടിലേക്ക് പൊയ്ക്കോ. അച്ഛൻ്റെ അത്യാവശ്യ ഡ്രസ്സും മറ്റു കാര്യങ്ങളുമൊക്കെ താനൊന്ന് കൊണ്ടുവന്ന് തരണം. സാരംഗ്, സത്യയും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. വീട്ടിൽ പൊയ്ക്കോ. മാധവൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു. അത് വേണ്ട, ഞങ്ങളിവിടെ നിന്നോളാം. നിങ്ങൾ 2 പേരും വീട്ടിലേക്ക് പൊയ്ക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. സത്യം മറുപടി പറയുമ്പോൾ മാധവൻ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അതേ വല്യച്ഛ, അച്ഛനും വലിയച്ഛനും മറ്റെല്ലാവരും വീട്ടിലേക്ക് പൊയ്ക്കോ. ഞങ്ങൾ 2 പേരും ഇവിടെ ഉണ്ട്. സാരംഗ് കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ മാധവനും രവിക്കും അത് എതിർക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും പൊയ്ക്കഴിഞ്ഞപ്പോൾ സാരംഗും സത്യയും മാത്രമായി ഹോസ്പിറ്റലിൽ. സത്യ തലയ്ക്ക് കൈയൂന്നിക്കൊണ്ട് ബെഞ്ചിലിരുന്നു. സാരംഗ് അവൻ്റെ അടുത്ത് വന്നിരുന്ന് തോളിൽ പതിയെ കൈവച്ചു. സത്യ മുഖമുയർത്തി അവനെ നോക്കി. അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. അത് കണ്ടപ്പോൾ സാരംഗിന് മനസ്സിലായി അവൻ കരയുകയായിരുന്നുവെന്ന്. നീ എന്താടാ ഈ കാണിക്കുന്നത്? കരയുവാണോ? സാരംഗ്, ഞാനാണോ മുത്തശ്ശൻ്റെ ഇപ്പോഴുള്ള ഈ അവസ്ഥയ്ക്ക് കാരണം? മുത്തശ്ശൻ്റെ ഈ കിടപ്പ് എന്നെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട്. എന്തിനാടാ വിധി എന്നോടിങ്ങനെ ക്രൂരത കാണിക്കുന്നത്? എൻ്റെ ഇഷ്ടങ്ങളെല്ലാം എന്നിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കുന്നു. എൻ്റെ ആഗ്രഹവും സ്വപ്നവും എല്ലാം പകുതിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു. എനിക്കറിയാം ഞാൻ കാരണം നിങ്ങളെല്ലാവരും വേദനിക്കുന്നുണ്ടെന്ന്. പക്ഷേ എന്നോട് ആരും അത് തുറന്നു പറയുന്നില്ല. സത്യ, മുത്തശ്ശൻ ഇതിനു മുൻപ് ഇതുപോലൊരവസ്ഥയിലൂടെ കടന്നുപോയതാണ്. അന്ന് മുത്തശ്ശനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ശ്രീനന്ദയായിരുന്നു. അതിനുശേഷം എന്തെല്ലാമാണ് നമ്മുടെ കുടുംബത്തിലും നിൻ്റെ ജീവിതത്തിലും നടന്നതെന്ന് എപ്പോഴെങ്കിലും ഒരിക്കൽ ചിന്തിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഞാൻ നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണെന്ന് നീ കരുതരുത്. എപ്പോഴെങ്കിലും ഒരിക്കൽ തനിയെ ഇരിക്കുമ്പോൾ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഒന്നാലോചിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എവിടെയെങ്കിലും പഴയ നമ്മൾ കിടപ്പുണ്ടാവും. ആ പഴയതിൽ നിന്ന് വേണം പിന്നീട് നമ്മുടെ യാത്ര തുടങ്ങാൻ. നിന്നെ ഉപദേശിക്കാൻ തക്ക ക്വാളിറ്റിയൊന്നും എനിക്കില്ല. പക്ഷേ എങ്കിലും ചിലത് നിന്നോട് പറയാതിരിക്കാൻ കഴിയില്ല. അന്ന് നമ്മുടെ മുത്തശ്ശൻ ജീവിതത്തിലേക്ക് തിരികെ വന്നത് ശ്രീനന്ദ കാരണമാണ്. അതേ ശ്രീനന്ദ തന്നെയാണ് നിന്നെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. പക്ഷേ എന്നിട്ട് അവൾക്ക് എന്ത് കിട്ടി? എങ്ങനെ നോക്കിയാലും നഷ്ടം അവൾക്ക് മാത്രമാണ്. അവളുടെ ജീവിതം നമുക്ക് വേണ്ടി സ്വന്തം ജീവിതം ഇല്ലാതാക്കിയത് അവളാണ്. തുടരും.